ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ടീൻ എൻ്റെയിൽ. അപ്പോൾ കുറച്ച് ദിവസമായി വ്ളോഗൊക്കെ ആയിട്ട് വന്നിട്ട്. അപ്പോൾ ഇന്നൊരു വ്ളോഗായാലോ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ യാത്ര അച്ചുമണിയുടെ ബർത്ത്ഡേ ആണല്ലോ, കഴിഞ്ഞല്ലോ. ഇന്നലെ ഡേറ്റ് ഓഫ് ബർത്ത് ആയിരുന്നു. ഇനി അച്ചുവിൻ്റെ പിറന്നാൾ വരുന്നുണ്ട്. അപ്പം നമ്മൾ ഡേറ്റ് ഓഫ് ബർത്തിന് അങ്ങനെ ആഘോഷിക്കണില്ല. ആഘോഷം ഇല്ല എന്ന് പറഞ്ഞാൽ ആഘോഷമുണ്ട്, പക്ഷേ ചെറുതായിട്ട് നമ്മൾ വീട്ടുകാർ മാത്രമായിട്ട് ചെറുതായിട്ടൊരു ആഘോഷമുള്ളൂ. പക്ഷേ അവൻ്റെ പിറന്നാളിന് നമ്മൾ എല്ലാവരെയും വിളിച്ച് സെലിബ്രേറ്റ് ചെയ്യാമെന്നാണ് വിചാരിച്ചിരിക്കുന്നത്. അപ്പോൾ അതിന് ഫോട്ടോ എടുക്കാൻ പോകണ്ടേ. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് അവൻ്റെ ഫോട്ടോ എടുക്കാൻ പോലാണ്. ആദ്യം നമ്മൾ ഔട്ട്ഡോറൊക്കെ എടുക്കാമെന്നാണ് വിചാരിച്ചത്. പക്ഷേ മഴ എളുപ്പമല്ലല്ലോ, അതുകൊണ്ട് ഔട്ട്ഡോർ നമ്മൾ മാറ്റി സ്റ്റുഡിയോ പോയി എടുക്കാമെന്ന് വിചാരിച്ചു. അമലയിലുള്ള സ്റ്റുഡിയോയിലാണ് പോയിട്ട്, ആ ഡ്രീംസിലാണ് നമ്മൾ പോയത്. നമ്മൾ അവിടെയാണ് പോവാറ് ഫോട്ടോസൊക്കെ എടുക്കാനായിട്ട്. അപ്പോൾ അവിടെയാണ് പോയത്. അപ്പോൾ അച്ചുവിനുള്ള 2-3 ജോഡി ഡ്രസ്സൊക്കെ ഞാൻ കൈ പിടിച്ചിട്ടാണ് പോയത്. നന്നായി പോസ് ചെയ്യായിരിക്കും. സാധാരണ സെൽഫി എടുക്കുമ്പോൾ ഇവൻ നന്നായി പോസ് ചെയ്യാറുള്ളതാണ്, നമ്മൾ വീട്ടിലൊക്കെ ഫോട്ടോ എടുക്കുമ്പോൾ. അപ്പോൾ ഇവൻ നന്നായി പോസ് ചെയ്യുമായിരിക്കും. അതുകൊണ്ട് 2-3 ജോഡി ഡ്രസ്സൊക്കെ എടുക്കാമെന്ന് വെച്ച് കയ്യിലെല്ലാം സ്റ്റോക്കായിട്ടാണ് ഞാൻ പോയത്. പക്ഷെ അവിടെ ചെന്നപ്പോൾ എല്ലാം തെറ്റിപ്പോയി. ഡ്രസ്സൊക്കെ നമ്മളിട്ടു, മാറ്റി മാറ്റി ഇട്ടു. പക്ഷേ ഇവനുണ്ടോ നിൽക്കണേ, ആലോചിച്ചത് നിങ്ങൾക്കറിയാലോ. അല്ലെങ്കിൽ നല്ല വൃത്തിക്കും മെനയ്ക്കും പോസ് ചെയ്യണ ചെക്കനാണ്. അവിടെ ചെന്നപ്പോൾ മര്യാദയ്ക്കൊരു പോസ് പോലും കറക്റ്റായിട്ട് കിട്ടിയിട്ടില്ല. എന്തൊക്കെയോ അഡ്ജസ്റ്റ് ചെയ്ത് ഒരു തരത്തിലെടുത്തു. ഭയങ്കര കോമാളിത്തരം കാണിക്കലായിരുന്നു. ഞങ്ങളെല്ലാവരും അനുവും 2 അനു ഉണ്ടായിരുന്നു. ഞാനും മാറി മാറി വിളിച്ചവനെ ഓരോ കോപ്പറാട്ടി കാണിക്കുന്നുണ്ട്. പക്ഷേ ചെക്ക ഒരു പൊടിക്ക് സമ്മതിക്കണ്ടായിരുന്നില്ല. അങ്ങനെ ഡ്രസ്സൊക്കെ മാറ്റി 2ാമത്തെ ഡ്രസ്സ് ഇട്ടു, 3ാമത്തെ ഡ്രസ്സ് ഇട്ടു. എവിടെ 1-2 ഫോട്ടോസ് നല്ലത് കിട്ടി. 10-60 ഫോട്ടോസ് എടുത്തിട്ടുണ്ട്. അതിൽ 1-2 ഫോട്ടോസേ നല്ലത് കിട്ടിയിട്ടുള്ളൂ. അച്ചുവിൻ്റെ ഫസ്റ്റ് ബർത്ത്ഡേക്ക് നമ്മൾ ഔട്ട്ഡോർ ആയിരുന്നു, ബീച്ചിൽ പോയിട്ട് എടുത്തത്. അതൊക്കെ അടിപൊളിയായിട്ട് എടുത്തു. അന്ന് ചെറുതായിരുന്നു, അന്ന് നമ്മൾ എന്ത് കോപ്പറാട്ടി കടിച്ചാലും. ഇന്നിപ്പോൾ വലിയ വളർന്ന് പന്തലിച്ചു എന്നല്ല, പക്ഷേ ഇന്നിപ്പോൾ അവന് ഇത്തിരി ബുദ്ധിയും ബോധം വന്നതുകൊണ്ടാണ് തോന്നുന്നുണ്ട്, നമ്മുടെ വഴിക്ക് വരുന്നില്ല. അങ്ങനെ കുറച്ച് ഫോട്ടോസൊക്കെ കിട്ടി. അപ്പം നമ്മുടെ പരിശ്രമം നമ്മൾ അവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്തു. പിന്നെ പുറത്ത് പോയി ചായ കൂടി മസ്റ്റാണല്ലോ. അപ്പോൾ നമ്മൾ പോകുന്നത്തേക്ക് അന്ന് പോയില്ലേ, അവിടെ പോകാനാണ് വിചാരിച്ചത്. പിന്നെ മഴ ആയതുകൊണ്ട് വെറുതെ റിസ്ക് എടുത്തില്ല. തൊട്ടപ്പുറത്ത് തന്നെ ഒരു ബർഗർ ഷോപ്പ് ഉണ്ടായിരുന്നു. ഇപ്പോൾ തുടങ്ങിയിട്ടുണ്ടെന്ന് തോന്നണേ. അപ്പോൾ അവിടെ കയറി ബർഗർ കഴിക്കാൻ ഞങ്ങൾ പുഴയ്ക്കുള്ള ബിഗ് ബൺ തിയറിയിലാണ് പോവാറ്. ഇന്ന് വേറെ ഷോപ്പ് പിടിക്കാം എന്ന് വിചാരിച്ചു. അപ്പോൾ ഇവിടെ കയറി വായന കണ്ടു കഴിഞ്ഞാൽ നാളെ ഏതോ പരീക്ഷയുള്ള പോലെയാണ്. ഏറ്റവും ഫ്രണ്ടിലുള്ള ബർഗർ ഓർഡർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ എല്ലാം നോക്കണത്. കൊച്ചു വരെ നോക്കി തുടങ്ങി, എന്തിനാണോ ഇതിങ്ങനെ വായിക്കണമെന്ന് വിചാരിച്ചിട്ട്. ഒരാളുടെ അവസരം കഴിഞ്ഞപ്പോൾ അടുത്ത ആൾ അവസരം കയ്യിലെടുത്തു. ഏറ്റവും ഫ്രണ്ടിൽ ഇരിക്കണ ബർഗറാണ് ഓർഡർ ചെയ്യണത്. എല്ലാം നോക്കി ചകയുന്നുണ്ട്. അച്ചുവനാണെന്നുണ്ടെങ്കിൽ വിശന്നിട്ട് വയ്യ. രാവിലെ കൊച്ചിന് ഭക്ഷണം കൊടുക്കാതെയാണ് കൊണ്ടുവന്നുള്ളതാണ് എനിക്ക് സംശയം. വയറ് നിറയെ ഭക്ഷണം കൊടുത്തിട്ടാണ് ഞാൻ കൊണ്ടുവന്നത്. പുറത്ത് പോയാൽ പിന്നെ കുട്ടികൾക്കുള്ള ശീലമാണല്ലോ, പാപ്പം പാപ്പം പാപ്പം. ഇത് തന്നെയായിരുന്നു. അവനാണെന്നുണ്ടെങ്കിൽ പാപ്പം ഓർഡർ ചെയ്തിട്ട് കിട്ടണമില്ലല്ലോ. അപ്പം അതിൻ്റെ അവിടെ അവരുടെ സ്റ്റോർ റൂമിൽ പോയി തട്ടി തട്ടി വിളിക്കുകയാണ്, പാപ്പം തരണില്ലല്ലോ. കൊച്ചിനങ്ങോട്ട് പ്രാന്തായി തുടങ്ങി വിശന്നിട്ട്. കുറച്ച് നേരമായി നമ്മളവനെ ബുദ്ധിമുട്ടിക്കണു. ഫോട്ടോ എടുക്കാനും എല്ലാത്തിനും നമ്മൾ ബുദ്ധിമുട്ടിക്കാണല്ലോ. അതാ അവരുടെ സ്റ്റോർ റൂമിൽ പോയിട്ട് അവരെ വിളിക്കണം എന്നാണ് ഈ കാണുന്നത്. അവരുടെ കിച്ചണിൽ പോയിട്ട്, സ്റ്റോർ റൂം അല്ല കിച്ചൺ, അവരുടെ കിച്ചണിൽ വരെ മുട്ടി മുട്ടി വിളിച്ച് ചോദിക്കേണ്ട അവസ്ഥയെന്ന് വെച്ചുമണിക്ക്. കാരണം കുട്ടിക്ക് വിശന്നിട്ടേ. നേരം കഴിഞ്ഞപ്പോൾ നമ്മളെ ഓർഡർ ചെയ്ത ബർഗേഴ്സൊക്കെ വന്നിട്ടോ. പിന്നെ അത് കഴിക്കലായി. പിന്നെ ഫുഡ് വന്നാൽ പിന്നെ അങ്ങനെ ആരും ചുറ്റുമുള്ളതൊന്നും കാണില്ല എന്ന് പറഞ്ഞ പോലെയാണ്. പിന്നെ ഫുഡ് വന്നപ്പോൾ ഞങ്ങളെ വേറൊന്നും ഭയങ്കരമില്ല, അതിനുവേണ്ടി വീഡിയോ എടുത്തുകൊണ്ടിരിക്കണേ. എനിക്ക് പിന്നെ അച്ചുമണി കൊടുത്തിട്ട് വേണമല്ലോ കഴിക്കാനായിട്ട്. കാരണം പൊതുവേ എല്ലാ അമ്മമാരുടെ അവസ്ഥയാണല്ലോ അത്. കൊച്ചുങ്ങൾ കൊടുത്തിട്ടല്ലേ നമുക്ക് കഴിക്കാൻ പറ്റുള്ളൂ. പിന്നെ ഈ മുട്ട പപ്സ് കഴിക്കുമ്പോൾ നമുക്ക് വായുടെ പുറത്തും ചുറ്റും മേലും ഒക്കെ ഈ പൊടി ഇതാവില്ലേ, അതുപോലെയാണ് ബർഗർ. അപ്പോൾ അതുപോലെയാണ് ബർഗറും മയോണൈസും ചീസും അതെല്ലാം കൂടി മുഖത്തും അവിടെയും ഇവിടെയൊക്കെ ആവുമല്ലോ. ഭയങ്കര ശ്രദ്ധിച്ചിട്ടാണ് അനു ഭക്ഷണം കഴിക്കണേ. അല്ലെങ്കിലും പൊതുവെ അവൾ ശ്രദ്ധിച്ച് നല്ല വൃത്തിയിൽ കഴിക്കുള്ളൂ കേട്ടോ. പിന്നെ നമ്മൾ ലൈം ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ലൈം വന്നു. അച്ചുമണിക്ക് പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ ഭക്ഷണമൊക്കെ താനെ പോയിക്കോളും. വീട്ടിൽ മാത്രമേ കഴിക്കാവുകയുള്ളൂ. പുറത്ത് പോയ ഭക്ഷണമൊക്കെ പോയിക്കോളും. പിന്നെ നമ്മൾ നേരെ അവിടെ നിന്ന് പോയത് നെസ്റ്റോളിക്കാണ്. കൊച്ചിന് ഡ്രസ്സ് എടുക്കണ്ടേ, അതിന് വേണ്ടിയിട്ടാണ് പോയത്. അപ്പോൾ ടൗണിലേക്ക് പോയില്ല, നല്ല മഴ ആയതുകൊണ്ട് റിസ്ക് എടുക്കണ്ടെന്ന് വെച്ചാൽ നമ്മൾ നേരെ നെസ്റ്റോളിക്കാണ് പോയത്. നമ്മുടെ അടുത്ത് നെസ്റ്റോളപ്പോൾ നമ്മൾ വേറെ എവിടേക്ക് പോകണം. പിന്നെ ഞാൻ ഈ സമയത്ത് ഡ്രസ്സ് എടുക്കാൻ അവനുള്ള ഡ്രസ്സ് തപ്പാൻ പോയിട്ടാണ്. അപ്പോൾ അച്ചു ഏതാണ് എടുക്കേണ്ടതെന്ന് അവന് കൺഫ്യൂഷനായി തോന്നുന്നു.
എല്ലാം വാരി വലിച്ചിടുന്നുണ്ടായിരുന്നു. ഞാൻ ഈ സമയത്ത് അച്ഛനും ഡ്രസ്സ് എടുക്കുകയാണ്. ഇതൊന്നും ഞാൻ അറിഞ്ഞിട്ടില്ല കേട്ടോ. ഈ വീഡിയോയ്ക്ക് വോയിസ് ഇടുമ്പോഴാണ് ഞാനതൊക്കെ കാണുന്നത്. അവനെല്ലാം വാരി വലിച്ചെന്ന് അവൻ്റെ അമ്മേനെ ഓർമ്മ ഒന്നും തോന്നുന്നുണ്ട്. അമ്മയ്ക്ക് പാകാവണ ചെരുപ്പൊക്കെ കുട്ടി എടുക്കുന്നുണ്ട്. പക്ഷെ അവൻ്റെ അച്ഛനത് തിരിച്ച് കറക്റ്റായിട്ട് കൊണ്ട് വെക്കുന്നുണ്ട്. പിന്നെ കുറേ കഴിഞ്ഞപ്പോൾ ഇവർ എന്തെങ്കിലും കൊണ്ടു തന്നു. ഇവർക്ക് രണ്ടുപേർക്കും പിടിക്കാൻ പറ്റണില്ല. കാരണം ഇവ ഓടുകയാണ്. ഇവൻ്റെ പിന്നാലെ ഓടാൻ തന്നെ വേണം നമുക്ക് 10 ഇരട്ടി എനർജി. ഇവന് എന്തെങ്കിലും കൊണ്ടു തന്നു. ഞാൻ എടുത്തിട്ടൊന്നും നിൽക്കണ്ടായില്ല. പിന്നെ നമ്മൾ അച്ഛനുള്ള ഡ്രസ്സൊക്കെ എടുത്തിട്ട് പിന്നെ അനുവിന് കുറച്ച് ഡ്രസ്സ് എടുക്കാൻ പോയി. പിന്നെ വേഗം നമ്മൾ ഇറങ്ങി. കാരണം ഇനി അവിടെ നിന്ന പ്രശ്നമാവും തോന്നി. കാരണം അച്ചു ഇളകി തുടങ്ങി. വേഗം ഇറങ്ങി ഞങ്ങൾ തിരിച്ച് നമ്മുടെ അമലേക്ക് ക്രോസ് ചെയ്ത് കഴിഞ്ഞപ്പോഴേക്കും പെരും മഴയായിരുന്നു. ഒടുക്കത്തെ മഴ. അപ്പോൾ വണ്ടി ഓടിക്കാൻ തീരെ പറ്റണ്ടായില്ല. അച്ചുമണിയാണെന്നുണ്ടെങ്കിൽ അനുവിൻ്റെ ബൈക്കിലാണ് പോയത്. അപ്പോൾ ഫ്രണ്ടിലിരിക്കണത് കൊണ്ട് അവന് കണ്ണിലേക്കൊക്കെ വെള്ളമടിച്ചിട്ട് അവന് തീരെ പറ്റണില്ല. അപ്പോൾ നമ്മൾ അവിടെ സൈഡാക്കി. അപ്പോൾ നമ്മൾ ചിന്തിച്ചു എന്തായാലും നമ്മൾ സൈഡാക്കിയത് ഒരു ചായക്കടയുടെ ഫ്രണ്ടിലായിരുന്നു. നമ്മുടെ പണ്ടത്തെ കല്യാണം 99 ഉണ്ടായില്ലേ പുഴക്കിൽ, അവിടെയാണ് നമ്മൾ നിർത്തിയത്. അപ്പം എന്നാൽ ഒരു ചായ കുടിക്കാതെ വിചാരിച്ചു. മഴ എന്ന് പറഞ്ഞ് ഒടുക്കത്തെ മഴയായിരുന്നു. എനിക്ക് ചായ കുടിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ഇവർ രണ്ടുപേരും ചായ കുടിച്ചു. കാരണം അച്ചുവിനെ നോക്കണ്ടേ. അച്ചുവാണെന്നുണ്ടെങ്കിൽ മഴയത്ത് കോട്ടൊക്കെ ഇട്ടിട്ടുള്ള കാരണം മഴയത്ത് അങ്ങോട്ട് ഇറങ്ങി ഓടുകയാണ്. ഇവനെ പിടിക്കാനേ നേരമുള്ളൂ. എന്തായാലും ഇവരുടെ ചായ കുടി കഴിയട്ടെ എന്നിട്ട് ചായ കുടിക്കാമെന്ന് വിചാരിച്ച് ഞാൻ നിൽക്കുമ്പോഴാണ് അവൻ ഇറങ്ങി ഓടി. പിന്നെ അവൻ അവിടേക്ക് അവൻ എത്തി ഓടി. ഞാൻ അവിടെ നിന്ന് അവനെ പിടിച്ചു കൊണ്ടുവരണത് നിങ്ങളീ കണ്ടുകൊണ്ടിരിക്കണത്. ചെറുക്കാൻ നിൽക്കണ്ടേ. മഴ കണ്ടപ്പോഴേ അവൻ്റെ മുന്നത്തെ വീഡിയോസ് കണ്ടാൽ അറിയാലോ മഴയത്ത് ഇറങ്ങി ഓടലും കളിക്കലൊക്കെയാണെന്ന്. അപ്പോൾ മഴ കണ്ടപ്പോൾ കുട്ടിക്ക് പിന്നെയും കളിക്കാനുള്ള ജ്വരം കയറി. ഇന്നലെ മൊത്തം അങ്ങനെ തന്നെയായിരുന്നു. അവനെന്തോ പറ്റിയിട്ടുണ്ട് കാര്യമായിട്ട്. അങ്ങനെ വേഗം ചായ കുടിച്ചപ്പോഴേക്കും മഴ ചെറുതായിട്ടൊന്ന് തോർന്നിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മൾ വേഗം വീട്ടിലേക്ക് എത്താന്ന് വെച്ചാൽ വേഗം വീട്ടിലേക്ക് പോന്നു. കാരണം നേരം വൈകി നമ്മൾ തിരിച്ചപ്പോഴേക്കും. പിന്നെ അച്ഛനെടുത്ത ഡ്രസ്സൊക്കെയാണ് കാണിച്ചത്. അച്ഛനെടുത്തത് മാത്രമേ കാണിക്കുന്നുള്ളൂ കേട്ടോ. അനുവിനെടുത്തൊന്നും കാണിക്കണില്ല. കാരണം അച്ചു ആണല്ലോ നമ്മുടെ താരം. അപ്പം അച്ചുവിന് ഡ്രസ്സൊക്കെ എടുത്തു. ബാഗി ജീൻസും ഓവർ സൈസ് ടീഷർട്ടൊക്കെ അതൊക്കെ എടുത്തു. പിന്നെ അവനൊരു വാച്ച് വാങ്ങിയിട്ടുണ്ടായിരുന്നു. അതിട്ടുള്ള അഭ്യാസമാണ് ഇനി കാണാൻ പോണത്. കാരണം തീരെ പിടിച്ചിട്ട് നിൽക്കാണ്ടായപ്പോൾ എത്തിപ്പെട്ടതൊരു വാച്ചുകളുടെ സെക്ഷനിലായിരുന്നു. പിന്നെ ഇത് കിട്ടിയേ പറ്റൂ. ഭയങ്കര വാശിയായിരുന്നു. വാശി പിടിച്ച് കുട്ടികളങ്ങനെ കറിയുമ്പോൾ വാങ്ങിക്കൊടുക്കാൻ പാടില്ല എന്നാണ്. പിന്നെ അച്ഛനൊരു വാച്ച് മേടിക്കണം എന്നുള്ള എൻ്റെ ആഗ്രഹമായിരുന്നു. അപ്പം ഞാൻ പിന്നെ അവൻ എന്തായാലും വാശി പിടിച്ചല്ലേ വെച്ചിട്ട് വാച്ച് വാങ്ങി. പിന്നെ അതിലുള്ള അഭ്യാസമാണ്. അതായത് പാട്ട് കേൾക്കുന്നുണ്ടായിരുന്നു. ആ പാട്ട് കേട്ടിട്ടുള്ള അവൻ്റെ അർമാദാണ് നിങ്ങൾ കാണുന്നത്. അപ്പോൾ അവൻ്റെ അർമാദം അങ്ങനെ നടക്കുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, എല്ലാവരും കമൻറ്റ് ചെയ്യുക.